കഠിന വരൾച്ച മൂലം പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. കട്ടപ്പനയിലെ വിവിധ വരൾച്ചാബാധിത കൃഷിയിടങ്ങളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചത്. അതിശക്തമായ വരൾച്ചയിൽ പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങളാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിലിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. അതികഠിനമായ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ 60% കൃഷി ഉണങ്ങിക്കഴിഞ്ഞു. ഏലം ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ കച്ചിക്ക് സമമായി ഏലച്ചെടികൾ അടിഞ്ഞുകൂടുകയാണ്. അതിനോടൊപ്പം തന്നെ കുരുമുളക്, കാപ്പി, കൊക്കോ, ജാതി ഉൾപ്പെടെയുള്ള നാണ്യവിളകളിലും വരൾച്ചയിൽ നാശം സംഭവിച്ചു. ഇതോടെ ഹൈറേഞ്ചിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവിലെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. 257 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചുവെന്ന കൃഷിവകുപ്പിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. 50,000-ലേറെ കർഷകരെ വരൾച്ച ബാധിച്ചിട്ടുണ്ട്. 1,62,200 ഹെക്ടർ സ്ഥലത്തെ ഏലകൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. ഈ സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ചാബാധിത ജില്ലയായി അടിയന്തരമായി പ്രഖ്യാപിക്കണം. ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ നടപ്പിലാവാത്ത പാക്കേജിന് പകരം കർഷകർക്ക് ലഭ്യമാകുന്ന പാക്കേജ് വേണം നടപ്പിലാക്കുവാൻ. കൂടാതെ കൃഷിമന്ത്രി അടക്കം നടത്തിയ സന്ദർശനം വെറും പ്രഹസനമായി മാറിയെന്നും കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കേരള കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു. കടുത്ത വേനൽ മുഖാന്തരം നമ്മുടെ ഇടുക്കി ജില്ലയിലെ 60% കാർഷിക വിളകൾ, പ്രത്യേകിച്ചും ഏലം, പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടാകെ കണക്കാക്കുമ്പോൾ 257 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കൃഷി വകുപ്പിൻ്റെ ഒരു കണക്ക്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതിലൊട്ടേറെ മുകളിലാണ്. നമ്മുടെ ഇടുക്കി ജില്ല തന്നെ 50,000 കർഷകരുടേതായിട്ട് നമുക്ക് 157 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ അവസരത്തിൽ ഈ കൃഷി മുഴുവൻ നശിച്ച ആളുകൾക്ക് പ്രത്യേകമായ ധനസഹായം നൽകണമെന്നും ഇടുക്കി ജില്ലയെ വരൾച്ചാ ബാധിതമായ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ഊന്നിപ്പറയുകയാണ്. അതോടൊപ്പം കൃഷി നശിച്ച കർഷകർക്ക് അവർക്ക് പുനർകൃഷിക്കുള്ള സാമ്പത്തിക സഹായം, അതോടൊപ്പം തന്നെ മറ്റ് കൃഷികൾക്കുള്ള എല്ലാ സഹായങ്ങളും, ബാങ്കുകളിൽ മൊറട്ടോറിയം അടക്കം അവരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളുവാനുള്ള സംവിധാനം ഉൾപ്പെടെ എല്ലാ നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. ഈ മുഴുവൻ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നാളെ സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് സമര പരിപാടിയുമായി മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം കർഷക കോൺഗ്രസ് ജില്ലയിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ താലൂക്കുകളിലും അതിശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രിമാരുടെയൊക്കെ സന്ദർശനം എങ്ങനെ കാണുന്നു? മന്ത്രിമാരുടെ സന്ദർശനം ഒരു പ്രഹസനമായിട്ടാണ് കർഷക കോൺഗ്രസ് കാണുന്നത്. കാരണം ഇവിടുത്തെ കർഷക സംഘടനകളോട് ആരോടും ഈ വിഷയങ്ങളൊന്നും പറയുകയോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദ് ഇതിലെ കടന്നു പോയപ്പോൾ അത് പ്രത്യേകമായി തന്നെ അവർ മുന്നൊരുക്കം വെച്ച് അവരുടേതായ ചില കൃഷി സ്ഥലങ്ങൾ മാത്രം സന്ദർശിച്ച് മടങ്ങിയെന്നാണ് ഞങ്ങൾക്കറിയുവാനുള്ള കഴിഞ്ഞ കാര്യങ്ങൾ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഇടുക്കിയുടെ MLA റോഷി അഗസ്റ്റിൻ മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണുവാനായിട്ടുള്ള യാതൊരു സംവിധാനവും മന്ത്രി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇടുക്കി ജില്ലയ്ക്ക് പാക്കേജ് അനുവദിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ 18,000 കോടിയുടെ പാക്കേജ് അനുവദിച്ചിട്ട് 1 കോടി രൂപ പോലും നമ്മുടെ ഇടുക്കി ജില്ലയിൽ ചെലവഴിച്ചിട്ടില്ല. അത്തരം ഒരു പാക്കേജല്ല, നടപ്പിലാക്കുന്ന ഒരു പാക്കേജാണ് നമുക്ക് ആവശ്യം. അടിയന്തരമായി സർക്കാർ കർഷകർക്ക് സഹായമെത്തിക്കാൻ ഇടപെടൽ നടത്തണം. കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ബാങ്ക് വായ്പകളിൽ പലിശയിളവും മൊറട്ടോറിയവും പ്രഖ്യാപിക്കണമെന്നും പുനർകൃഷിക്ക് വേണ്ട സഹായങ്ങൾ കർഷകരിൽ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വള്ളക്കടവ് പുളിക്കത്താഴെ മാത്തച്ഛൻ, വെള്ളിയാങ്കുളം ബോബൻ, കോഴിക്കോട് ദേവസ്യാച്ചൻ, കളരിക്കൽ സാബു, വണ്ടകത്തിൽ ജോയിച്ചൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് സന്ദർശിച്ചത്.
കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ, ഷജിമോൾ ഷാജി, PJ ബാബു, KD രാധാകൃഷ്ണൻ നായർ എന്നിവരും സന്ദർശനത്തിനുണ്ടായിരുന്നു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.